ഡോക്ടർ ബി ജയരാജൻ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് CPM പച്ചയ്ക്ക് വർഗീയത പറയുന്നു എന്നുള്ളതാണ്. ഇതിനൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ വയനാട് നടക്കുന്ന ഒരു സമ്മേളനത്തിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ മാത്രം കേൾക്കുകയും അത്തരമൊരു ഘടന മാറിയിരിക്കുന്നു. എവിടെ നിന്ന് നമ്മൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും എന്ത് രാഷ്ട്രീയ വിരുദ്ധത പറഞ്ഞാലും അത് ലോകം മുഴുവൻ കേൾക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ വിജയരാഘവൻ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണോ? അദ്ദേഹത്തിന് ആ മുന്നിലിരിക്കുന്ന ആളുകളുടെ കയ്യടി മാത്രം മതിയോ? അതേ സമയത്ത് അതിനപ്പുറത്തേക്ക് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമില്ലേ? ഇപ്പോൾ വയനാട് എന്ന് പറയുമ്പോൾ ലീഗിന്റെ പച്ചക്കൊടി കാണുമ്പോൾ, മലപ്പുറം എന്ന് പറയുമ്പോഴൊക്കെ ടാഗ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ആയുധം വെച്ച് കൊടുക്കുന്ന സമീപനം തന്നെയായി പോകുന്നില്ലേ ഇത്? വിജയരാജ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നടത്തിയത്. അത് പൊതുസമ്മേളനമാണെങ്കിലും അല്ലാതുള്ള ഘടകമാണെങ്കിലും വളരെ ആലോചിച്ച് കണക്കുകൂട്ടിയെടുത്ത തീരുമാനമാണ്. കാരണം കേരളം കണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താണ്? പഴയ കോലീബി സഖ്യം പൊടി തട്ടിയെടുക്കാനായിട്ടുള്ള ശ്രമം. തൃശ്ശൂർ ജില്ലയിൽ BJPയെ ജയിപ്പിക്കുന്നതിലോടുകൂടി മറ്റേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടു പോയ 80,000 വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അതുപോലൊപ്പം തന്നെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ ഏതാണ്ട് പൂർണ്ണമായും SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു ദുഃഖകരമായ അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നത്. അവർക്ക് 8 വർഷം അധികാരം നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്ക് ഹാലിളകി നിൽക്കുകയാണ്. ഏത് ചെകുത്താനുമായും കൂട്ടുകൂടി അധികാരത്തിൽ തിരിച്ചെത്തണമെന്നുള്ള, അതിന് ബൈ ഹുക്ക് ഓർ ക്രുക്ക് എന്നതിന് പറയും. ഏത് വളഞ്ഞ വഴി ഉപയോഗിച്ച് പോയി അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് ഇതിന് വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടി വരും. നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കാര്യം വേണ്ട. അതായത് BJP കോൺഗ്രസിനും ലീഗിനും ഒപ്പം ചേർന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ നിന്നു, ഇത്തവണ നവ്യ ഹരിദാസ് നിൽക്കുമ്പോഴും ആ വോട്ട് വലിയ തോതിൽ പിടിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് കോലിബി ഉണ്ടാവുന്നത്? എല്ലാ സ്ഥലത്തും എന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോ സ്ഥലത്തും ഓരോ മണ്ഡലത്തിലും ഓരോ പ്രത്യേക സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് UDF നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലേ വിജയരാഘവൻ അവിടെ പോയി പ്രസംഗിച്ചത്? തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ അത് തന്നെയാണ് നടന്നത്. പാലക്കാട് അത് തന്നെയല്ലേ കണ്ടത്. പാലക്കാട് സ്ഥാനാർത്ഥി വിജയപ്രഖ്യാപനം വരുന്നതിന് മുമ്പിലെ അവിടെ പ്രകടനം നടത്തിയതാരാ? ജമാഅത്തെ ഇസ്ലാമിക്കാരും SDPIക്കാരും അല്ലേ. ഇത് വയനാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുറിച്ച് മാത്രം നടത്തിയ പരാമർശമല്ലേ? അങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരു സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു ഈ റാഡിക്കൽ ഇസ്ലാം. അത് വളരെ അപകടത്തിലേക്ക് നീങ്ങും. അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുമെന്ന് സഖാവ് EMS തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വോട്ട് ബേസ് തീവ്ര ഘടകങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താണ്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്നും വിമർശനത്തിന് അതീതരൊന്നും അല്ലല്ലോ. അത് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്കായിരിക്കാം, പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവരെന്തുകൊണ്ടാണ് ആ മണ്ഡലങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് മത്സരിക്കാൻ വന്നത്? ഇവിടെ വന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ത് നിരുത്തരവാദിത്തപരമായ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലടയ്ക്കണമെന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. പറഞ്ഞത് BJPക്കാരാണ്. ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അമേഠിയിൽ അദ്ദേഹത്തിനെതിരെ നിന്ന സ്ഥാനാർത്ഥിയാണ്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നത്. ചിക്മംഗ്ലൂർ ഇന്ദിരാഗാന്ധി എന്തിനാണ് മത്സരിച്ചത്? ചിക്മംഗ്ലൂർ വന്ന് എന്തിനാണ് ഇന്ദിരാഗാന്ധി മത്സരിച്ചത്? അതേ പാറ്റേൺ പിന്തുടർന്നല്ലേ കൊച്ചുമകനായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചത്. അതേ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലം നോക്കിയല്ലേ ഇങ്ങോട്ട് വന്നത്. അതിനല്ലേ നമ്മൾ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അത് BJPക്കാർ ഉപയോഗിച്ചാൽ ആരും ഉപയോഗിച്ചാലും അത് തന്നെയല്ലേ വാസ്തവം. അവർക്ക് വേറെ ഏതെങ്കിലും കർണാടകത്തിൽ പോയി നിൽക്കാമായിരുന്നല്ലോ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്ന ഒരു മണ്ഡലത്തിൽ. അത് മാത്രമല്ല, ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ വായിൽ തിരികെ കൊടുത്ത ചില വർത്തമാനങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി. അതിനെ തുടർന്നാണല്ലോ മുഖ്യമന്ത്രിയുമായി വാക്പോര് നടന്നത് രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ. അതവിടെ നിൽക്കട്ടെ. ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണിക്ക് ചില മുന്നണി മര്യാദകളുണ്ട്. അതൊരു അറേഞ്ച്മെന്റ് ആണെങ്കിൽ കൂടി ആ മുന്നണി മര്യാദ ലംഘിച്ചത് ആദ്യമായി ലംഘിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഡോക്ടർ ബി ജയരാജ്, ഇത് ഏത് മുന്നണി മര്യാദയിൽപ്പെടും? ഈ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലായ ഒരാൾ രാഹുൽ ഗാന്ധി ജയിച്ചത് തീവ്ര വർഗീയ ശക്തികളുടെ വോട്ട് ബാങ്ക് കൊണ്ടാണ് എന്ന് പറയുന്നത് മുന്നണി മര്യാദയാണോ? രാഹുൽ ഗാന്ധി ഡയറക്റ്റ് എന്ന് വോട്ട് ചോദിച്ചെന്നല്ലോ പറഞ്ഞത്. ഇവിടുത്തെ UDFകാർ അങ്ങനെ അറേഞ്ച്മെന്റാണ് ചെയ്തത്. അക്കൗണ്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ. സംശയമില്ലാത്ത കാര്യമല്ലേ അത്? അതിനകത്ത് എന്താ തെറ്റ്? അവിടെ SDPIയും ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസിന് UDFന് പിന്തുണ കൊടുത്തു. എന്തുകൊണ്ട് സതീശൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് UDFന് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും BJPയുടെയും വോട്ട് വേണ്ടാന്ന്? CPM എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ 3 പേരുടെയും വോട്ട് വേണ്ടാന്ന് ആർജവത്തോടെ പറഞ്ഞില്ലേ? ആ ആർജവം എന്തുകൊണ്ട് UDF കാണിക്കാത്തിടത്തോളം കാലം അവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയേ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ വാസ്തവം.